അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം, ഇത്തരത്തിൽ BJPയുടെ വളർച്ചയെ ചെറുക്കാൻ ഒരു തരത്തിലും CPM-ന് ആകുന്നില്ല. ഇത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കണമെന്നാണ് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പോലും CPM പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന വാദങ്ങൾ വളരെ കൃത്യമായി ശരിവെക്കപ്പെടുകയല്ലേ? ഇതിനകത്ത് BJP ഇവിടെ 10-75 കൊല്ലമായിട്ട് ഈ പ്രവർത്തനം ജനസംഘ കാലഘട്ടം മുതലേ ഇന്ത്യ മഹാരാജ്യത്ത് കൃത്യമായിട്ടുള്ള ശൈലിയിൽ പ്രവർത്തിച്ചു പോന്നിട്ടുണ്ട്. BJPയുടെ അന്നത്തെ ആശയവും ഇന്നത്തെ ആശയവും വെള്ളം ചേർക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് BJPയുടെ ഒരു നിലപാട് എന്ന് പറയപ്പെടുന്നത്. ഇടതുപക്ഷത്തിന്റെ നിലപാടെന്താ? നിങ്ങൾ സ്വാശ്രയ വിഷയമെടുക്കും, നിങ്ങൾ കേരയിൽ വിഷയമെടുക്കും. ഇവർ ഏതെല്ലാം വിഷയത്തിൽ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്താണ്? ഓട്ടോണമസ് യൂണിവേഴ്സിറ്റികളടക്കം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ ഇവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനായിരുന്നു ഷിബുലാലും റോഷനും ബോബനും അടക്കമുള്ള ആളുകൾ മരിച്ചു വീണത്? എന്തിനായിരുന്നു പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയെ ഇപ്പൊ അടുത്ത നാൾ മുന്നാണ് പുഷ്പൻ മരിച്ചുപോയത്? എന്തടിസ്ഥാനത്തിലായിരുന്നു ആ വിഷയമുണ്ടായത്? എന്തിനായിരുന്നു SFIയുടെ നേതൃത്വത്തില് നമ്മുടെ ഇദ്ദേഹത്തെ മർദ്ദിച്ചത്? എന്താ അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ വരുന്നില്ല പെട്ടെന്ന്. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വെച്ച് ഇവർ മർദ്ദിച്ചത്? ഇതൊക്കെ ഈ വിദ്യാഭ്യാസ മേഖലകളിൽ ഇവർ നടത്തുന്ന സ്വകാര്യവൽക്കരണത്തിനെതിരായിരുന്നില്ല. ഇന്ന് ഇവരുടെ നിലപാട് എന്താ? ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്നത് കേരള സംസ്ഥാനത്തെ 25 കൊല്ലം പുറകോട്ട് കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ നിലപാടുകാരാണ്. അവർ ഇന്ന് എതിർക്കും, 20 കൊല്ലം കഴിഞ്ഞാൽ അവർ അതിനെ അനുകൂലിക്കും. അപ്പൊ ഈ നിലപാടുകൾ ജനങ്ങൾ തള്ളും. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് എന്ന് മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്ത് BJPക്ക് ഒരു നിലപാടുകളേ ഉള്ളൂ. ആ ദേശീയതയിൽ ഊന്നിയിട്ടുള്ള ഞങ്ങളുടെ വികസന താല്പര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ ഉണ്ടാകണം, പൊതുസമൂഹത്തിന്റെ വികസനത്തിലൂടെ, യുവജന വിഭാഗത്തിന്റെ സംരക്ഷണത്തിലൂടെ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ, അതേപോലെ തന്നെ ശാസ്ത്രീയ മേഖലകളിൽ, അതേപോലെ തന്നെ മറ്റ് സകല മേഖലകളിൽ, കർഷകരുടെ മേഖലകളടക്കമുള്ള മേഖലകളിൽ കൃത്യമായിട്ടുള്ള സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നത്. അതിന്റെ പ്രവർത്തന ശൈലി ഞങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ പിടിച്ചു നിൽക്കാൻ പിണറായി വിജയനും കൂട്ടർക്കും ഗോവിന്ദനും കൂട്ടർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഓരോ സമ്മേളനത്തിന് പിടിക്കപ്പെടാച്ചിരിക്കണമെന്ന്, കാരണം അവരുടെ ആളുകളെ പിടിച്ചു നിർത്തണ്ടേ. അല്ലാണ്ട് ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറയപ്പെടുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു സംഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞോട്ടെ, കരിവന്നൂർ തട്ടിപ്പുകാരന്റെ നേതാവല്ലേ ഗോവിന്ദൻ മാഷ് എന്ന് പറയപ്പെടുന്നത്? സഹകരണ മേഖലകളിൽ സകലവിധ സ്ഥലത്തും തട്ടിപ്പ് നടത്തിയുടെ നേതാവല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് അടിസ്ഥാന വർഗത്തിലേക്ക് ഇവർ എത്തുന്നുണ്ടെങ്കിൽ അടിസ്ഥാന വർഗത്തിന്റെ ഉപജീവനത്തിന് വേണ്ടി പണിയെടുത്ത പൈസ കൊണ്ടിട്ട കരുവന്നൂരിന്റെ പൈസ കാട്ടുകൊണ്ടുപോയമാർക്ക് അനുകൂലമായി സംസാരിച്ചതാണ് ഇന്നത്തെ ജില്ലാ സമ്മേളനം. അരവിന്ദാക്ഷനെ വിഷയത്തിൽ അനുകൂലമായിട്ടല്ലേ പുതിയ സെക്രട്ടറി അബ്ദുൽ ഖാദർ സംസാരിച്ചത്? അപ്പൊ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഈ ചർച്ച വന്നപ്പോൾ പൊതുചർച്ചയുടെ സമയത്ത് വളരെ കൃത്യമായി പ്രതിനിധികൾ നേതൃത്വത്തെ കണക്കറ്റ് വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ കരുവന്നൂർ വിഷയത്തിൽ. ഈ നേതൃത്വം ഈ കൊള്ള കണ്ടിട്ടും കണ്ട ഭാവം നടിക്കാതെ കൊള്ളക്കാർക്ക് കൂട്ടുനിന്നു എന്നാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. അതും ഈ MV ഗോവിന്ദനെ പോലെയുള്ള നേതാക്കളെ ഇരുത്തിക്കൊണ്ടാണ് പ്രവർത്തകർ അവരുടെ വികാരം പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഇതൊക്കെയാണ് അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്നും CPM എന്ന പാർട്ടി ഒരുപാട് കാലം ഇങ്ങനെ പുറകിലേക്ക് പോകുന്നതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ തട്ടിപ്പിന് കൂട്ടുനിന്നതും ആ തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്നതുമായ ഒന്നാമനിരിക്കുന്നത് ഇതേ വേദിയിലാണെന്ന്. ഈ ജില്ലാ സംവിധാനത്തിന്റെ വേദിയില ഈ തട്ടിപ്പിന് കൂട്ടുനിന്നതും തട്ടിപ്പിന് കൂട്ടുന്ന ആളുകളെ സംരക്ഷിക്കുന്നതുമായ ഒന്നാമൻ ആ വേദിയിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇവര് ഇവിടെ അതിന്റെ മെമ്പർമാർ അവിടെ ഇരിക്കുന്ന പ്രതിനിധികൾ ഇതിനെതിരെ സംസാരിച്ചു പോകുന്നത്. CPM ഇങ്ങനെ സംസാരം നടക്കുള്ളൂ. ഒരു കാരണവശാലും ഒരു തിരുത്തൽ അവർ നടത്തില്ല. അവർ ഈ തട്ടിപ്പ് മത്തങ്ങി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ അവരോളം മിടുക്കന്മാർ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അവരോളം മിടുക്കന്മാർ പാവപ്പെട്ട ജനങ്ങളെ, അടിസ്ഥാന വർഗത്തെ, ഈ ഭരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്ത്രമാണ് ഭരിക്കപ്പെടുന്നവൻ ഒരു തരത്തിലും വികസനത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് വരരുത്, വിദ്യാഭ്യാസത്തിന്റെ ഒരു മേഖല വിട്ടു വരരുത്. കാരണം ഭരിക്കുന്നവന്റെ തന്ത്രമാണ് ഭരിക്കപ്പെടുന്നവനെ പിന്നോക്കാവസ്ഥയിലേക്ക് നിർത്തുക. അവർ മുന്നോക്കാവസ്ഥയിലേക്ക് വന്നാൽ ഇടതുപക്ഷത്തിനെ വലിച്ച ആറ്റിച്ചറിയും. വിവരം വെച്ചാൽ അതിനുള്ള വളർച്ച ഉണ്ടായാൽ. അതാണല്ലോ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സ്ഥലത്തും എടുത്തിട്ട് കളഞ്ഞത്. ഇനി കേരളത്തിലും കൂടിയേ ഉള്ളൂ. അപ്പൊ കേരളത്തിലും ഇത് സംഭവിക്കാൻ പോകുന്നു. ഭരിക്കപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ ജനത,
വിദ്യാഭ്യാസം നേടുന്നു, ജനത വികസനം ആഗ്രഹിക്കുന്നു, ജനത പുരോഗമനം ആഗ്രഹിക്കുന്നു, ജനത പൊതുസമൂഹത്തിന് കേരളവും വളർച്ചയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം ജനത തള്ളിക്കളയുക എന്തിനെയാണ്? ഇടതുപക്ഷത്തെയാണ്, CPIM-നെയാണ്. ഇത് കൃത്യമായി ബോധ്യമുള്ളവരാണല്ലോ ഗോവിന്ദനും കൂട്ടരും. അവർ അപ്പോ BJP-യുടെ പാർട്ടിയെ തടയണം എന്ന് പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തടഞ്ഞോട്ടെ, അവർക്ക് ആലത്രയായിട്ട് തടയണ കിട്ടിയതല്ലേ. എന്നിട്ട് ഞങ്ങൾ അതിനെ പകച്ചോ? ഞങ്ങൾ ഭയന്നോ? ഇല്ലല്ലോ. ഞങ്ങളുടെ പ്രവർത്തനത്തെ തടയാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യമാവില്ല. ഞങ്ങൾ കൃത്യമായി പ്രവർത്തിക്കും. ഞങ്ങൾ ഈ കേരളത്തിനകത്ത് ഭരണത്തിൽ വരുന്നവരെ ഇവരെ ഒന്നും ഒരു തരത്തിലും ഞങ്ങൾ ഭയപ്പെടില്ല. ഞങ്ങളത് കയറിയിരിക്കും, ഭരണത്തിൽ വന്നിരിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് യഥാർത്ഥ വികസനം എന്നുള്ളത് ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം. അതായത് ഉല്ലാസ് ബാബു, ഡൽഹിയിലെ 8 സീറ്റിൽ നിന്നാണ് ഇപ്പോൾ 48 സീറ്റിലേക്ക് ആ തേരോട്ടം നടത്തിയത് BJP. അതും കേരളത്തിൽ പ്രതീക്ഷിക്കാം അല്ലേ? അല്ല, ഡൽഹിയില് 8-ൽ നിന്ന് 48-ലേക്ക് എത്തുന്നു എന്ന് പറയപ്പെടുന്നു. ഞങ്ങൾ ഡൽഹിയിൽ മുൻപ് ഡൽഹിയിൽ ഭരിച്ചിരുന്നതാണ്. പിന്നെ അതിനുശേഷം ഒരു വലിയ ഗോവിന്ദൻ മാഷ് ടീമിന്റെ പോലെ ഒരു വലിയൊരു തട്ടിപ്പ് സംഘത്തിന്റെ നേതാവായിരുന്നു കെജ്രിവാൾ. സാധാരണക്കാരന്റെ നേതാവെന്ന ഒരു വ്യാഖ്യാനമുണ്ടാക്കി അതിലൂടെ ജനങ്ങളെ വഞ്ചിച്ച്, അതിലൂടെ ജനങ്ങളെ പറ്റിച്ച്, അതിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അധികാരത്തിൽ വന്നു 10 വർഷം കൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കി ഏറ്റവും വലിയ കള്ളനാണ് ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയപ്പെടുന്ന വാക്കൊന്നും പ്രവൃത്തി വേറെ എന്നുള്ള സ്വഭാവക്കാരനാണ്. അദ്ദേഹം വേണ്ട എന്നുള്ളത് കൃത്യമായി ഡൽഹി ജനത തിരിച്ചറിഞ്ഞു, അദ്ദേഹത്തെ എടുത്ത് മാറ്റിവെച്ചു. വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു.